എല്ലാവർക്കും വലിയൊരു നന്ദി കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അനാർക്കലിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട്, ഒരുപാട് പേര് ഓർഡർ ചെയ്തു, ഒരുപാട് പേരിലോട്ട് ആ ഒരു വീഡിയോ എത്തിയൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ. നമ്മളിപ്പം എന്തുകൊണ്ടാണ് ഒരു ഹെയർ ഓയിലോട്ട് എത്തുന്നത്? ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് PCOD ആയിരുന്നു പ്രശ്നം. കാരണം ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നൊരു അവസ്ഥയിലോട്ട് പോയി. നമുക്ക് പണ്ട് മുതൽ മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പാരമ്പര്യമായിട്ടുള്ള മുടിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മുടി ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയാണെങ്കിലും നിലവിലുള്ള മുടിയെ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയിലാണല്ലോ നമ്മൾ ഈ ഒരു ഹെയർ പാക്കും ഹെയർ ഓയിലും ഒക്കെയിലോട്ട് നമ്മൾ പോണത്. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ശരിയാവുന്നു, സക്സസ് ആവുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കുന്നത്. കാരണം കുറച്ച് നാളുകളായിട്ടുള്ള മുടി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഞാനും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഭയങ്കരമായിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട്, വീട് നിറയെ മുടി പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ, ചീപ്പ് നമ്മുടെ തലയിൽ തൊടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പം ഉറക്കമില്ലായ്മ ഉള്ളവർ ഇത് അനുഭവിക്കും, ഷുഗർ ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, PCOD അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമുക്ക് നമ്മുടെ അസുഖത്തെ തുടർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്നത് മൂലം അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് നമുക്ക് മുടി പൊഴിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ. നമ്മൾ ആ ഒരു കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാ സുഹൃത്തുക്കൾക്കും 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അന്നേരം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ഈ 2 സൈഡിലെ മുടി അങ്ങുങ്ങാട്ട് നരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു നരയൊക്കെ പൂർണ്ണമായിട്ട് മാറി. അതിന് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഡൈകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് സാധാരണ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. ഒരുപാട് പേര് നമ്മളോട് വളരെ സന്തോഷത്തോടു കൂടി പറയും അനാർക്കലി നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർ നമ്മളോട് ചോദിക്കുന്നൊരു അനാർക്കലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ, അത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമെന്ന്. എനിക്കൊന്നേ ഉള്ളൂ പറയാൻ, നിങ്ങൾ അനാർക്കലി വാങ്ങിച്ച് ഉപയോഗിക്കുക. ഒരു 4 ആഴ്ചയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക, അന്നേരം അറിയാം. നിങ്ങൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവും. നല്ല ഉറക്കത്തിനൊക്കെ നല്ലതാണ്. നമ്മളെടുക്കുന്ന ചേരുവകളും തയ്യാറാക്കുന്ന രീതിയും പിന്നെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളൊരാളെ നിർബന്ധിക്കില്ല ഇത് വാങ്ങിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ അത്ര ലൈവായിട്ടാണ് എല്ലാം തയ്യാറാക്കുന്നതും എടുക്കുന്ന ചേരുവകളൊക്കെ കാണിക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പൂവും ഇലയൊക്കെ നമുക്ക് സാധാരണ മിക്ക ആൾക്കാർക്കും അറിയാം, നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കേശവർത്തിനി, കേശകാന്തി എന്നൊക്കെ പറയുന്ന ചെടിയാണ് കേട്ടോ. കേശസംരക്ഷണി ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എത്രത്തോളം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതിന് പ്രാധാന്യമുണ്ടെന്നുള്ളത്. അത് നമുക്ക് വീട്ടിൽ ഒരു മൂട് ചെടി അലങ്കാര ചെടിയായിട്ട് വളർത്താവുന്നതുമാണ് കേട്ടോ. നല്ല മണമാണ് അതിൻ്റെ ഇലയ്ക്ക്. അതിൻ്റെ പൂവും ഇലയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ തുളസി, പനിക്കുറുക്ക, അതിൻ്റെ കൂടെ കേശവർത്തിനിയുടെ ഇലയും കൂടെ ചേർത്ത് കുളിക്കുന്നതിന് മുമ്പായിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി തലയോട്ടിലും തലമുടിയിലും തേച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. അന്നേരം മുടിന്ന് വളരാനും താരനും ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് വലിയ പാടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ ഭംഗി നോക്കണം കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എടുക്കാറില്ല. ഇങ്ങനത്തുള്ള പാത്രങ്ങൾ എടുക്കുമ്പം ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് വരും. അതിൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ. അന്നേരം നമ്മൾ പാത്രത്തിലോട്ട് പനിക്കുറുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പനിക്കുറുക്കയുടെ ഇല, പനിക്കുറുക്ക, അതുപോലെ തന്നെ തുളസി ഇല ഒക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കേശവർദ്ധിനി കൊണ്ടുവന്നിട്ട് നല്ലപോലെ കഴുകി, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കഴുകി നമ്മളത് ഉണക്കിയെടുക്കണം. കട്ട് ചെയ്തിട്ട് വെയിലത്ത്, നല്ല വെയിലുള്ള ദിവസം അതിനെ നല്ലപോലെ നമ്മളിനി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഈ ഒരു കിട്ടാത്ത സമയമുണ്ടല്ലോ, ചില സമയങ്ങളിൽ ഇതിപ്പോൾ ഇങ്ങ് പിടിച്ച് ഒരു ചെറിയൊരു തണുപ്പുള്ള ഏരിയയിലാണ് ഈ ഒരു കേശവർദ്ധിനി ഉണ്ടാവുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ കേശവർദ്ധിനി എണ്ണയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ്, ഭയങ്കര ഡിമാൻഡുള്ളൊരു കാര്യമാണ് കേശവർദ്ധന. പണ്ട് മുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പുതിയതായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. പണ്ട് മുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഞവരയില അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തുളസിയില വേണമെങ്കിൽ തുളസിയില ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്ക നെല്ലിക്ക പൊടിയാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പച്ചനെല്ലിക്കയാണെങ്കിൽ അത് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ചെമ്പരത്തിപ്പൂ, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഒരു മുടി ചെമ്പരത്തി ചെടിയോ അല്ലെങ്കിൽ മൈലാഞ്ചി, കറിവേപ്പില, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ മൂട് വെച്ച്
ഒരാൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് വളർന്നു വന്നോളൂ കേട്ടോ. പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കേണ്ടാത്തൊരു കാര്യമാണ്. അന്നേരം ചെമ്പരത്തി പൂ ഒരു 2-3 എണ്ണം ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ തന്നെ എന്തുമാത്രം മാറ്റം, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. നല്ല മാറ്റം കിട്ടും. സ്ഥിരമായിട്ട് നമ്മൾ ഒരു മുട്ട അതുപോലെ തന്നെ ഒരു നെല്ലിക്ക ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ് നമ്മുടെ മുടിക്ക്. ആ മുടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറയണം. മുടിക്ക് മാത്രമല്ല മൊത്തത്തിൽ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ചേർത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇല ഉണക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കേശവർദ്ധിനിയുടെ ഇലയും ഉണ്ട് കേട്ടോ. അതിൽ ഇവ രണ്ടും ഉണക്കി ചേർത്തേക്കുന്നതിന് പിന്നെ വേപ്പില ഉണക്കിയത്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പൗഡർ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മൾ അത് വറ്റിച്ചെടുത്തിട്ട് തലയോട്ടിലും തലമുടിയിലും നമ്മൾ തേച്ച് കൊടുക്കുമ്പം തന്നെ മുടിക്കുണ്ടാവുന്ന മാറ്റം. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ഞാനിട്ട വീഡിയോ ഒരു ഷാമ്പു ആണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷാമ്പൂവിനെക്കാട്ടിലും നമുക്ക് ആ ഒരു മുടി ഒന്ന് കഴുകി കഴിയുമ്പോൾ മുടിക്കുണ്ടാവുന്ന തിക്നെസ്, ഒറ്റ യൂസിൽ തന്നെ മുടി നമുക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും നമ്മൾ ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പാക്കുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോ ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും അത് തന്നെ ചെയ്യും. അതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമുക്കിടെ മുടിയിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലെപ്പോഴും സുലഭമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ തേയിലപ്പൊടി. തേയില മുടിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നറിയാലോ. മുടി വളരുന്ന കാര്യത്തിലാണേലും ആ ഒരു കളറ് നിലനിർത്താനൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മളിതിനെ അടപ്പേ വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പം ഡൈ ഇഷ്ടപ്പെടുന്നില്ല, ഡൈ ചെയ്യാൻ പാടാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ ഇപ്പം ഒരുപാട് പ്രായമാവുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ മുടി പൊഴിയുന്നുണ്ട്, താരനുണ്ട്, ആ മുടി പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്കത് പോയൊന്ന് ബ്ലഡ് ടെസ്റ്റ്, ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തിനും നമുക്ക് ആദ്യം ഒരു സിഗ്നൽ തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയാണ് കേട്ടോ. നമുക്കിപ്പം PCOD ഉണ്ടല്ലോ, ഷുഗർ ഉണ്ട്, ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മുടി പൊഴിയുമ്പോഴും പെട്ടെന്ന് മുടി നരയ്ക്കുമ്പോഴും താരന് പോലും അത്രയും കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളായിട്ട് വിടരുത്. പോയി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണുമ്പോൾ ആ ഒരു കളറ് അത്രയ്ക്ക് ഡാർക്കായിട്ടുള്ള കളറാണ് ഇത്. നമ്മൾ മുടി ഒരുപാടുള്ളവരെ സമയത്തോളം ഒരു ദിവസത്തേനേ ഉള്ളൂ. അപ്പോൾ കുറച്ചാണെങ്കിൽ 2 ദിവസത്തേനുള്ളത് കാണും കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം തണുത്തതിന് ശേഷം ആ ഒരു തോർത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഡാർക്കായിട്ടുള്ള കളറായിട്ടുണ്ടെന്നുള്ളത്. ഇത് നമ്മൾ നേരെ നമ്മുടെ തലയൂട്ടിൽ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാർക്കലിയുടെ ഹെയർ ഓയിലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് നമ്മൾ അനാർക്കലി പരിചയപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ നമ്മൾ അനാർക്കലി ഹെയർ ഓയിലും കൂടെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യുക. ഇരട്ടി റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്തിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. ഇനി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഒരുപാട് ചേരുവകളൊന്നുമില്ല. ഇപ്പം അനാർക്കലി എന്ന് പറയുമ്പോൾ ഒരുപാട് പച്ചമരുന്നിൻ്റെ ഒരു സംഗമം എന്ന് പറയാം. ഇത് നമുക്ക് അല്ലാതെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ഓയിൽ നമ്മൾ പരിചയപ്പെടുത്താം കേട്ടോ. അതിന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ്. പിന്നെ കരിഞ്ജീരകം, ഉലുവ, അതിൻ്റെ കൂട്ടത്തിൽ സവാള, പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, മൈലാഞ്ചി ഇല, ഇത്രയും ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ. നെല്ലിക്ക കൂടി ചേർക്കണം. നെല്ലിക്ക പൊടിയോ അല്ലാതെയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈലാഞ്ചിയൊക്കെ നമ്മൾ ഓയിലിലും പാക്കിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൈലാഞ്ചി നല്ല നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവയും പനിക്കുറിക്ക ഇല എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ, എനിക്കൊരു കുഞ്ഞ് ചീനിച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നമ്മൾ ലേശം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയെങ്കിൽ അത്രയും നല്ലത്, അത് ഒഴിച്ചിട്ട് ഒന്നൊന്ന് നമ്മൾ എണ്ണ കാച്ചെടുക്കുക. എണ്ണ കാച്ചുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്നും ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മൾ അനാർക്കലി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ, നമ്മൾ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ നമ്മളോട് പറഞ്ഞാൽ മതി കേട്ടോ.
എന്നിട്ട് നമ്മൾ ആഹാരകാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞിപ്പുല്ല്, കൂരകം എന്ന് പറയും. ഇത് 1-2 സ്പൂണ് കുതിർത്ത് അതിന് ശേഷം അരിച്ചെടുക്കുക. അതിനൊന്ന് കുറുക്കിയെടുക്കുക. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ കാച്ചിയ പാലൊഴിച്ച് കൊടുക്കാം. പാലോ തൈരോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ചിയാ സീഡും കൂടെ ചേർത്തിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മധുരം ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്ന നമ്മുടെ ഇഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നതാണ്. മുടി വളർച്ചയ്ക്ക് മാത്രമല്ല എല്ലാത്തിനും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. ഇത്രയേ ഉള്ളൂ വീഡിയോ.